എല്ലാ സുഹൃത്തുക്കളെയും ലൈവ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ കുതിരക്കച്ചവടം നടക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ്. അത് രാജ്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ തന്നെ. നമുക്കറിയാം, ഈ ഒരു ഭരണപക്ഷി ഈ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഏജൻസികളിലും അവർ പറയുന്ന കണക്ക് പ്രവർത്തിക്കും. ഇവർക്ക് കൂടുതൽ മെമ്പർഷിപ്പ് പാർലമെൻറ്റിലും അസംബ്ലിയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇവർക്ക് മറ്റുള്ള പാർട്ടിയിലെ MP-മാർ അല്ലെങ്കിൽ MLA-മാരെ ഭരണപക്ഷത്തിരിക്കുന്നവരിലേക്ക് മാറ്റണം. അതിനവർ എന്തും ചെയ്യും. അതിനാദ്യമായി ഇവർ ചെയ്യുന്നത്, ഇവർക്ക് എഗൻസ്റ്റായിട്ട് ഭരിക്കുന്ന പാർട്ടിക്കാർ ഏതെങ്കിലും MP-യോ MLA ഉണ്ടെങ്കിൽ, അവർ വല്ല ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെങ്കിൽ അവരെ നോട്ട് ചെയ്ത് അവരെ ഉപദ്രവിക്കാൻ ഏജൻസികളെ വിടും. അതായത് ED, CBI ഇങ്ങനെയുള്ള ഏജൻസികളെ വിട്ട് അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തും. നിങ്ങളുടെ പേരിൽ ഇതുണ്ട്, നിങ്ങളെ നിങ്ങൾ പല കേസിലും പ്രതിയാണ്, കള്ളപ്പണം, ഇങ്ങനെയൊക്കെ പല ആരോപണങ്ങൾ ഉണ്ടാക്കും. വാസ്തവമായിരിക്കാം. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, അവർക്ക് ജയിലിൽ പോകാൻ ബുദ്ധിമുട്ട് വരും. അത് കഴിഞ്ഞാൽ അടുത്ത ഭരണപക്ഷം തന്നെ കോടി പണം ചാക്ക് കെട്ടുമായി സമീപിക്കും. എന്തു പറയുന്നു, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം, അതിന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് പാർട്ടിയിലോട്ട് മാറിയത് ആവശ്യമുള്ള കോടികളും തരാം. അവർ വഴങ്ങും. അതാണിപ്പോൾ ഇവിടെ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ TMC, ഇതിപ്പോൾ അവസാനം ഇപ്പോൾ കേൾക്കാൻ പോകണം. നമ്മൾ കേൾക്കുന്നത് ശിവസേന, അത് വീണ്ടും ആൾക്കാരൊക്കെ മാറി. അപ്പോൾ ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. അതായത് ഇത് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയാനുള്ള ഇതെല്ലാം മാറിയിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ജയിക്കുന്ന അവർ മറ്റൊരു പാർട്ടിയിലേക്ക് മാറിപ്പോകണം. ഇത് കോടതിയും ഇതിനു വേണ്ടിയുള്ള ഒരു നിരീക്ഷണം നടത്തുന്ന ഒന്നുമില്ല. കോടതി ഇതിന് നല്ല രീതിയിൽ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. അതായത് ഇപ്പോഴുള്ള ഒരു രീതി നമ്മുടെ ഇന്ത്യക്ക് തന്നെ വളരെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ലെവലാണ് വന്നിരിക്കുന്നത്. ഭരണവും പണവും ഏജൻസികളുണ്ടെങ്കിൽ ഇവിടെ എന്തും നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് കോടതികളിൽ നിന്നും പോലും ശരിയായിട്ടുള്ള നീതി ലഭിക്കുന്നതായി തോന്നുന്നില്ല. ഇനിയെങ്കിലും ചെയ്യേണ്ടത്, ഏതെങ്കിലും MLA-യോ MP-മാരായി നിൽക്കുന്നവർ അവർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെങ്കിൽ അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കരുത്. ഇതിനുള്ള ഏക മാർഗം അതാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റിയില്ല. ഇനി രണ്ടാമത്, ഇവർ മാറിയാൽ തന്നെയും അവർക്ക് 5 വർഷം വരെയും മറ്റുള്ളൊരു പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാനും പാടില്ല. അവർക്ക് പ്രവർത്തിക്കാതിരിക്കാം. അതല്ലെങ്കിൽ ഒരു പാർട്ടി ജയിപ്പിക്കുന്നു, മറ്റൊരു പാർട്ടി അവരവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു, ത്രിട്ടൺ ചെയ്ത്. അത് നല്ല കാര്യമല്ല, മോശമാണ്. ഇതാണിപ്പോൾ ഇന്ത്യയിൽ നടന്നു വരുന്നത്. നാണക്കേടാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ ജനത തലകുനിച്ച് നിൽക്കേണ്ട ഒരു രീതിയിലോട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ കോടികളും ഇതെല്ലാം ഈ പവറും വെച്ച് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഒരിക്കൽ ഇതിനൊരു അന്ത്യമുണ്ടാകും. അന്ത്യമുണ്ടാകാതിരിക്കില്ല. ഒരു പക്ഷേ കുറച്ച് വൈകുമായിരിക്കും, പക്ഷെ ശോചനീയമായിരിക്കും. കാര്യം നമ്മുടെ ഫ്രണ്ടിൽ എത്ര നകളിച്ചവരും അവസാനം തകർന്ന് തരിപ്പണമാകും. അതുതന്നെയാണ് മമതാ ബാനർജിക്കും സംഭവിച്ചത്. ഇതെല്ലാവർക്കും സംഭവിക്കാം. അഹങ്കാരം എന്നുള്ളത് തലയിൽ കയറി പിടിച്ചാൽ അതിന് വലിയ ആയുസ് കാണത്തില്ല. ഏത് സമയത്തും അത് തകർന്ന് തരിപ്പണമാകാം. അതുകൊണ്ട് സ്നേഹമുള്ള എല്ലാ പാർട്ടിക്കാരോടും പറയുന്നു, മറ്റുള്ളവരെ വെട്ടിപ്പിടിച്ച് അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിച്ച് ഇവിടെ പണം നാളെ മറ്റന്നാൾ ഇവർ വേറെ തരത്തിൽ ചാടും. അതിന് യാതൊരു ഇതുമില്ല. കാരണം എല്ലാത്തിനും ഒരവസാനമുണ്ട്. അവസാനമില്ലാത്ത ഇവിടെ ഒന്നിനുമില്ല. ഏത് പ്രവർത്തിക്കും, എന്തിനും
നമ്മുടെ ജീവൻ തന്നെ അറ്റ് ദ എൻഡ് ഒരവസാനമുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ആരെന്ത് പറഞ്ഞാലും ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എടുക്കാം. ഇപ്പം തന്നെ നമുക്കാണ് കേരളത്തിൻ്റെ തന്നെ ഒന്ന് എടുക്കാം. 10 വർഷം ഭരിച്ചു, ഇപ്പോൾ എന്താ അഡ്രസ്സ് ഇല്ലാതായിപ്പോൾ. ഇത് തന്നെയാണ് എല്ലാവർക്കും ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ കുതിരക്കച്ചവടത്തിന് വലുതായി ആരുമൊന്നും പോരില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അല്ല, അവർക്ക് പാർട്ടി വളർത്തണം എന്ന് ചക്രവർത്തിയായിരിക്കണം. ഏത് ചക്രവർത്തിയാണ് ഇന്നിവിടെ ജീവിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ഒരു ചക്രവർത്തിമാരും അവസാനം വളരെ ശോചനീയമായ ഒരു അവസാനത്തിലാണ് എത്തപ്പെട്ടത്. ഇത് തന്നെയായിരിക്കും ഏത് പാർട്ടിക്കാർക്കും ഏത് ഭരണാധിപന്മാർക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളോട് ഞാൻ പറയാം, എപ്പോഴും ഈ MLA MP മാരൊന്ന് ചിന്തിക്കുക. നിങ്ങൾ എത്ര കണ്ടം ചാടിയാലും നിങ്ങളുടെ ജീവിതം ചാടിക്കൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെ മാത്രം മത്സരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുക. അതുപോലെ തന്നെ കോടതിയും അതിനുള്ളൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കണം. അതിലുപരി ഇലക്ഷൻ കമ്മീഷൻ, ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിക്ക് വേണ്ടി മാറി നിൽക്കരുത്. ഒരു പാർട്ടി പറയുന്നത് അത് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒന്ന് ഉണ്ടാകരുത്. ഇന്ത്യയിലെ ഇന്നത്തെ സ്റ്റേജ് നമുക്കറിയാം, ഇവിടെ എന്താ സംഭവിക്കുന്നു എന്താണെന്നുള്ളത്. എപ്പോഴും നമുക്ക് ഭരണം കൊണ്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ എല്ലാവിധ കാര്യങ്ങളുടെയും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ഹുങ്കിൽ നമുക്കെന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ വച്ചു പുലർത്താതിരിക്കുക. ഏത് സമയത്തും എന്തും സംഭവിക്കുക, എല്ലാം അപ്രതീക്ഷിതമായി. കാരണം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരവസാനമുണ്ട്. അവസാനം ശോചനീയമാകാൻ പാടില്ല. ഇത്രയേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ MLA-മാരോടും MP-മാരോടും പറയാനുള്ളത്, നിങ്ങൾ എത്ര കോടികൾ സമ്പാദിച്ചാലും എവിടെ മറുകണ്ഠം ചാടിയാലും അവസാനം നിങ്ങളുടെ അങ്ങനെയുള്ളവർക്ക് അവരുടെ അവസാന നാളുകൾ വളരെ വളരെ ശോചനീയമായിരിക്കും. തീർച്ച. ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.